ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു സ്റ്റഡി വ്ളോഗാണ്. സോറി എന്നും സ്റ്റഡി വ്ളോഗ് ചെയ്തിട്ട് ഇപ്പോൾ ഞാൻ സ്റ്റഡി വ്ളോഗ് തന്നെയാണ് പറയാറ് കേട്ടോ. ഇന്നൊരു ഡെയിലി വ്ളോഗാണ്. അതായത് ഒരു നോർമൽ ഡേ, അതായത് സ്കൂളൊന്നുമില്ലാത്ത ഒരു ദിവസം എങ്ങനെയാണെന്നാണ്. മെയിൻലി പഠിക്കുന്ന തന്നെയാണ്, സ്റ്റഡി വ്ളോഗ് പോലെയൊക്കെ തന്നെയാണ് ഉണ്ടാവുക. എന്നാലും ജസ്റ്റ് ഒരു ഡെയിലി വ്ളോഗായിട്ട് ചെയ്തതാണ് കേട്ടോ. ഒരാൾ തന്നെ എണിച്ച് ഒന്ന് ഫ്രഷ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്ത് വരുന്നുണ്ട്. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചതാണ്. പിന്നെ ഞാൻ നന്നായിട്ട് ഇരുന്ന് പഠിച്ചു. കുറേ നേരം ഇങ്ങനെ പഠിച്ച് പോയി. അതായത് വായിച്ച് കുറേ പഠിച്ചു. എങ്ങനെ പഠിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഒക്കെ ഇപ്പോഴാണ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ പഠിച്ച് തുടങ്ങി. സംഭവം ഒരു ചാപ്റ്ററിൻ്റെ ഏകദേശം പോർഷന് പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഞാൻ ബിസ്ക്കറ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും ഇരുന്ന് ബാക്കി പഠിച്ചു. സെയിം പൊസിഷനിൽ സെയിം ആയിട്ട് ഇരുന്ന് കുറേ നേരം പഠിച്ചു. പിന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും കുറേ ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് നോക്കി. അങ്ങനെ അതിൻ്റെ അടുത്ത് നിന്ന് വീണ്ടും നല്ലോണം വിശക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒരു സ്നാക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും ഇരുന്ന് പഠിക്കാൻ തുടങ്ങി. പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും, എവിടെ നിന്നില്ലാത്തൊരു വിശപ്പ്. അതായത് എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ ആണല്ലോ ആകെപ്പാടൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു എസ്തറ്റിക്കായിട്ട് വാം ലൈറ്റൊക്കെ ഇട്ട് കോഫി ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ലൈഫ് റൊമാൻറ്റിസൈസ് ചെയ്യുന്ന പോലെയൊക്കെ തോന്നും. അതായത് നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാം ലൈറ്റൊക്കെ ഇട്ടിട്ട് നമുക്ക് വേണ്ടി ചെയ്യുന്നത് ആ ഒരു രീതിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ നേരം കോഫിയൊക്കെ ഉണ്ടാക്കി, സ്ലോ ആയിട്ട് ഉണ്ടാക്കിയതാണ്. ഫ്രോത്ത് ചെയ്ത കോഫിയാണ് ഇത്. ഹോട്ട് കോഫി അല്ല, കോൾഡ് കോഫിയാണ്. ഞാൻ മുൻപൊക്കെ കോൾഡ് കോഫി ഉണ്ടാക്കുമായിരുന്നു. ആ ഒരു ഓർമ്മയിൽ ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ആൻഡ് എങ്ങനെയുണ്ട് ഈ കോഫി? കാണാൻ വലിയ ലുക്കൊന്നുമില്ല, കുടിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും പഠിക്കാനിരുന്നു. കുറേ നേരം ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തു. എന്തൊക്കെയോ ഡൗട്ട്സ് ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസൊക്കെ ചെയ്തിട്ട് കുറേ നേരം ഇരുന്ന് പഠിച്ചു. നല്ലോണം ഉറക്കം തൂക്കുന്ന സമയമുണ്ട്, ഉറക്കം തൂങ്ങുന്ന സമയം. ആ ഒരു സമയത്ത് ഞാൻ ഇടയ്ക്ക് ചായ കുടിക്കും. അതിൻ്റെ ഇടയിൽ കൂടെ അനിയൻ്റെ കൈയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ ചായ കുടിച്ചു, വീണ്ടും പഠിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.